ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ ഉണർവ്. വ്യാപാരാവസാനം സെൻസെക്സ് 526 പോയിന്റ് ഉയർന്നു. ക്യാപിറ്റൽ ഗുഡ്സ്, റിയാലിറ്റി, ഓട്ടോ മേഖലകൾ തിളങ്ങി. ഫൈസർ ഓഹരി 17% ഉയർന്നു. ഡോളറിനെതിരെ രൂപ വ്യാപാരം അവസാനിപ്പിച്ചത് 83 രൂപ 37 പൈസ എന്ന നിരക്കിൽ. ഈ ശനിയാഴ്ചയും ഈസ്റ്ററിനും രാജ്യത്തെ ബാങ്കുകൾ പ്രവർത്തിക്കും. തുറന്നു പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഏജൻസി ബാങ്ക് ശാഖകൾ. നെഫ്റ്റ്, RTGS സേവനങ്ങളും സർക്കാർ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ക്ലിയറിംഗും നടക്കും. പെൻഷൻ വിതരണം, SDS, PPF, SPSS, കിസാൻ വികാസ് പത്ര, സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും നടത്താം. SBI ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക മെയിന്റനൻസ് ചാർജ് വർധന അടുത്ത മാസം 1 പ്രാബല്യത്തിലാകും. ക്ലാസിക് ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക മെയിന്റനൻസ് ചാർജ് 100 രൂപയായി ഉയരും. യുവ അടക്കമുള്ള ഡെബിറ്റ് കാർഡുകൾക്ക് 175 രൂപയിൽ നിന്ന് 250 രൂപയാകും. പ്ലാറ്റിനം, പ്രീമിയം, ബിസിനസ് ഡെബിറ്റ് കാർഡുകളുടെ മെയിന്റനൻസ് ചാർജ് യഥാക്രമം 325 425 ഉയരും. ഒരു വർഷത്തിനിടെ ആദ്യമായി ഇന്ത്യൻ ബോണ്ടുകളിൽ റെക്കോർഡ് വിൽപ്പന. പോയ വാരം രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലെത്തിയത് തിരിച്ചടിയായി. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം ആഗോള ഫണ്ടുകൾ വിറ്റഴിച്ചത് $425.3 മില്യൺ മൂല്യമുള്ള ബോണ്ടുകൾ. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ വ്യാപാരാവസാനം. വിപണികൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചത്. ക്ലോസിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ദേശീയ ഓഹരി വിപണി അഥവാ നിഫ്റ്റി 118 പോയിന്റ് ഉയർന്ന് 22,123 ക്ലോസിംഗ്. ഇനി നിഫ്റ്റി ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ നോക്കിയാൽ ഇന്ന് അതൊരു മികച്ച നിലയിലായിരുന്നു. RBIയുടെ നിയന്ത്രണങ്ങളും സെബിയുടേതായിട്ടുള്ള ചില ചട്ടങ്ങളും ഒന്നും ഈ ബാങ്ക് ഫൈനാൻഷ്യൽ മേഖലയെ ഇന്ന് ബാധിച്ചിട്ടില്ല എന്ന് പറയാം. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും മികച്ച നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. 526 പോയിന്റ് ഉയർന്ന് 72,996 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 73,000 എന്ന നിരക്കിന് തൊട്ടു താഴെയാണ് ഇന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി രൂപ ഡോളർ വിനിമയ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 83 രൂപ 33 പൈസ എന്ന നിലയിലാണ് ഇന്ന് ഡോളറിനെതിരെ രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. ശ്രീ KV സാമുവലാണ് ഇന്നത്തെ വ്യാപാരാന്ത്യത്തിൽ വിപണികളുടെ വിശകലനത്തിനായി നമ്മോടൊപ്പമുള്ളത്. ഇന്ന് വിപണികൾ എന്തായാലും 2 ദിവസം കൂടിയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഇനി ബാക്കിയുള്ളത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കും വിപണിയെ ബാധിക്കുക എന്നത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്നെന്തായാലും വിപണികൾ മികച്ച നിലയിലായിരുന്നു. സാമ്പത്തിക ലോകത്ത് നിന്ന് പല പുതിയ വാർത്തകളും വന്നത് വിപണിയെ ബാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗോൾഡ്മാൻ സാക്സ്, റിലയൻസിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനുശേഷം റിലയൻസിന്റെ ഓഹരി വിലയിൽ ഒരു മികവുണ്ടാകുന്നു. അതേപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഓഹരി വിലയിൽ 4% വർധനയുണ്ടാകുന്നു. രാജ്യത്ത് 19ാമത്തെ കമ്പനി, അതായത് 4 ലക്ഷം കോടി എന്ന് പറയുന്ന ആ ഒരു വിപണി മൂല്യം കടക്കുന്ന 19ാമത്തെ കമ്പനിയായി മാരുതി മാറിയതോടുകൂടി മാരുതി സുസുക്കിയുടെ ഓഹരി വിലകൾ വലിയ രീതിയിൽ ഉയരുകയുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് വിപണി മികച്ച നിലയിലായിരുന്നു അതിൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ വാഹന മേഖല, ഓട്ടോ മേഖല ഇന്ന് മികച്ച രീതിയിലായിരുന്നു. മാർക്കറ്റ് വ്യൂവിൽ ഇന്ന് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇനി മാർക്കറ്റ് വ്യൂ അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.